നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 25/8/2025 തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില ഇനി കോട്ടയം ബോർഡ് വില RSS 4 കിലോ 189, RSS 5 കിലോ 186, IS 166, ലാറ്റക്സ് 60% 131. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 189, RSS 5 കിലോ 186. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 180, ലോട്ട് കിലോ 168 മുതൽ 173 രൂപയാണ്. 80% DRC ഉള്ള ഒട്ടുപാൽ 123, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 92 രൂപയാണ്. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 181, RSS 5 കിലോ 178, ISNL 20 162, 50 പൈസ മുതൽ 163 രൂപയാണ്. വ്യാപാരി വില ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 103 മുതൽ 110 രൂപയാണ്. ഇതാണ് ഇന്നത്തെ വ്യാപാരി വില. വ്യാപാരി വിലയിൽ RSS 4ഉം 5ഉം 1 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ISNL മാറ്റമില്ല. റബ്ബർ ടാപ്പിങ്ങിന് അനുകൂലമായ കാലാവസ്ഥയിലാണ് ഓണം വിപണി ലക്ഷ്യമാക്കി എല്ലാവരും ശുഭപ്രതീക്ഷയിൽ റബ്ബർ ടാപ്പിങ്ങും നടത്തുകയാണ്. ഒപ്പം നിരാശയിലും. കാരണം റബ്ബറിൻ്റെ വില അടിക്കടി കുറയുന്നത് കൊണ്ട് എല്ലാ കർഷകരും പാട്ടമെടുത്ത തൊഴിലാളികളും വളരെ നിരാശയിലാണ്. ചില കർഷകർക്ക് പാട്ടം കൊടുത്തത് വളരെ നഷ്ടമായി പോയി. കാരണം ചില പാട്ടത്തൊഴിലാളികൾ മുൻകൂർ പൈസ കൊടുക്കാതെ പിന്നെ പൈസ തരാമെന്ന് പറഞ്ഞ് വെട്ടി കൊണ്ടുപോയി. പിന്നെ അവർക്ക് പൈസ കൊടുക്കാതെ കർഷകർ വളരെ നിരാശയിലും. കാരണം ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പാട്ടത്തിനടുത്ത് റബ്ബർ ഷീറ്റ് വിറ്റതിന് ശേഷം 2 മാസത്തെ കുടിശ്ശിക ഇതുവരെ അവർ പൈസ കൊടുത്തിട്ടുമില്ല, ടാപ്പിംഗ് തുടങ്ങിയിട്ടുമില്ല അവർക്ക്. കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണം 22 ക്യാരറ്റ് 1 ഗ്രാം 9315, 1 പവൻ 74,520 രൂപയാണ്. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 10,162, 1 പവൻ 81,296 ആണ്. സ്വർണ്ണം ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 85, വെളിച്ചെണ്ണ ലിറ്ററിന് മില്ലിന് 480, അടയ്ക്ക പുതിയത് 350 മുതൽ അടയ്ക്ക പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയർ ഇഴക്കയർ 10, കരിപ്പട്ടിക്കയർ 10 മുതൽ 15, കുരുമുളക് ഗാർബിൾഡ് കുരുമുളക് 206, അൺഗാർബിൾഡ് കിലോ 686, പുതിയ കുരുമുളക് 676, കുരുമുളക് വയനാടൻ 670, നാടൻ 681, ചേട്ടൻ 670 ആണ്. പെപ്പറ എടുത്തപടി 218, കൊക്കോ 340 മുതൽ 370, കശുവണ്ടി 100 മുതൽ 130, കച്ചോലം ഉണങ്ങിയത് 450 ആണ്. ഇപ്പോൾ രോഗമായ അമീബ മസ്തിഷ്ക ജ്വരം ഇപ്പോൾ 8 കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെയും മൂക്കിലൂടെ നേർത്ത തൊലിയിലൂടെയാണ് ഇത് പടരുന്നത്. ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ്. എന്നാൽ അത്യന്തം ജാഗ്രതയിലും വേണം ഇത്. ലക്ഷണങ്ങൾ പനി, തലവേദന, ചുഴലി, ഛർദി, പ്രകാശത്തോടുള്ള ഭയം, മാനസിക താളം തെറ്റുകയും. നന്നായി തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക.